നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഉത്രാട ദിന ആശംസകൾ. ഇന്നൊരു ഒട്ടപ്പാച്ചിലിന്റെ ദിവസമാണല്ലേ? ഉത്രാടപ്പാച്ചിലിന്റെ ദിവസമാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓണത്തിന് ഇത്തവണ ചില പരിമിതികളുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഓണത്തിന്റെ ആ ഒരു മധുരിമയൊന്നും കുറയുന്നില്ല. എന്താണെങ്കിലും ഓണമല്ലേ? അല്ലേ? ഓണമാണ്. നമുക്ക് ഉത്രാടം ആശംസകൾ ആദ്യം മലയാളികൾ. നാളത്തെ ഓണസദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങുക. നാളെ ഈ 10 ദിവസവും അത്തപ്പൂക്കളം ഇട്ടില്ലെങ്കിലും തിരുവോണ ദിവസം അത്തപ്പൂക്കളം ഇടുന്ന പൂക്കൾ വാങ്ങുക. അങ്ങനെ ഒരുപാട് ഓണക്കോടി വാങ്ങുന്ന ആളുകളും ഉണ്ട് ഒരുപാട് പേര് ഇന്നത്തെ ദിവസം. ഇന്നലെയൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ തിരക്കായിരുന്നു, വലിയ വാഹന ബ്ലോക്കായിരുന്നു. നമ്മൾ ഈ ഓണത്തിന്റെ ഇന്നത്തെ ഇത്തവണ ആഘോഷമില്ല എന്ന് പറയുമ്പോഴും എനിക്ക് സർക്കാർ തലത്തിലാണ് അത്തരത്തിൽ ആഘോഷങ്ങൾക്ക് കുറവുള്ളത്. മലയാളികൾ ആഘോഷിക്കുന്നതിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. അതാണ് നമ്മൾ ഇന്നലെയും ഇന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാം. എന്തൊക്കെ പറഞ്ഞാലും അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് നമുക്ക് മനസ്സിലായി. ഇന്നലെ നമ്മൾ ഓഫീസിൽ ഓണസദ്യ ആയിരുന്നു, നല്ല രുചികരമായ ഓണസദ്യ കഴിച്ചു. പക്ഷേ വലിയ രീതിയിൽ എല്ലാ തവണയും നമ്മൾ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കാറുള്ളത്. പാട്ടും മേളവും ഡാൻസും വടംവലി മത്സരം, പൂക്കള മത്സരം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് മത്സരങ്ങളൊക്കെ നമ്മൾ ഈ വാർത്തകൾക്കിടയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നടത്താറുണ്ട്. പക്ഷേ വയനാടിനൊപ്പമാണ് ഇത്തവണ ന്യൂസ് 18 ഓണാഘോഷം മാറ്റിവെച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത്. ഓണസദ്യയിൽ മാത്രം നമ്മുടെ ജീവനക്കാർക്ക് ഒരു ചെറിയ ഓണസദ്യയിൽ മാത്രം ഇത്തവണ ഒതുക്കി. നാളെ തിരുവോണ ദിവസമാണ്. ഞങ്ങളൊക്കെ നാളെയും ജോലിയിലുണ്ട് അല്ലേ? നമ്മളൊക്കെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ജോലിയിലുണ്ട്. അതാണ് നമ്മുടെ ഒരു സാഹചര്യം. നമുക്ക് ആദ്യം ആര്യ ഒരു മനോഹരമായ ഒരു ഓണപ്പാട്ടിലൂടെ ആരംഭിക്കാം. തീർച്ചയായും. കാരണം ഒരുപാട് ഓണ ആൽബങ്ങൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങും. പക്ഷേ അതിലൊക്കെ നമുക്ക് നല്ല ഒരു പാട്ട്, നല്ല വരികൾ, വളരെ നൊസ്റ്റാൾജിക്കായുള്ള ദൃശ്യങ്ങളടങ്ങുന്ന പ്രേംസ് മൾട്ടിമീഡിയ പ്രൊഡക്ഷൻസിൻ്റെ മനോഹരമായ ഒരു ഓണപ്പാട്ടാണ്. ഭാവഗായകൻ പ്രകാശ് പുത്തൂരാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്. ദിനേശ് മാവേലിക്കരയുടെ വരികൾക്ക് മോഹൻ പരുമല സംഗീതം നൽകിയിരിക്കുന്നു. നാട്ടിൻ പുറത്തെ മനോഹര ദൃശ്യങ്ങളുമായി നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഓണപ്പാട്ട് തുമ്പക്കുടങ്ങൾ എന്ന ഓണപ്പാട്ട് പ്രേക്ഷകർക്കായി. തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി. തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി. ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി കുറുകുയിൽ പെണ്ണുപാടി ഓണമായി. ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി കുറുകുയിൽ പെണ്ണുപാടി ഓണമായി. തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂവുകൾ നിറയെ ഓണമായി. നാട്ടുവഴിയോരം തേടി കാറ്റിന്റെ കാണാ കൈകൾ പൂവട്ടികൾ വാരി നിറച്ചു പൂക്കളം പൊൻകളമായി. നാട്ടുവഴിയോരം തേടി കാറ്റിന്റെ കാണാ കൈകൾ പൂവട്ടികൾ വാരി നിറച്ചു പൂക്കളം പൊൻകളമായി. നെൽമണിത്തുമ്പിൽ ഉലയുമി മഞ്ഞിൽ പുലരിതന്നുദയം ശ്രാവണമായി. നെൽമണിത്തുമ്പിൽ ഉലയുമി മഞ്ഞിൽ പുലരിതന്നുദയം ശ്രാവണമായി. തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂവുകൾ നിറയെ ഓണമായി.
ഓണവയിൽ കോടിയുടുത്തും പൂവിളിതൻ ആരവമായി നലമെഴും നാടൻ പാട്ടിൻ നന്മതൻ നാഴി നിറഞ്ഞു ഓണവയിൽ കോടിയുടുത്തും പൂവിളിതൻ ആരവമായി നലമെഴും നാടൻ പാട്ടിൻ നന്മതൻ നാഴി നിറഞ്ഞു നിൻചൊടി ചൂടും മൃദുമന്ദഹാസം നിറച്ചിങ്ങം ചാർത്തും പൊൻവയിലായി നിൻചൊടി ചൂടും മൃദുമന്ദഹാസം നിറച്ചിങ്ങം ചാർത്തും പൊൻവയിലായി തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂകൾ നിറയെ ഓണമായി ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി കുറുകുയിൽ പെണ്ണു പാടി ഓണമായി ആവണിപ്പാടം നീളേ പൂവുകൾ തേടി തേടി കുറുകുയിൽ പെണ്ണു പാടി ഓണമായി തുമ്പതൻ ചൊട്ടിലോണത്തുമ്പി മെല്ലെ ചൊല്ലി ചെല്ലത്തുമ്പപ്പൂവുകൾ നിറയെ ഓണമായി അങ്ങനെ ഓണമായി അല്ലേ? അതെ അതെ, നല്ലൊരു പാട്ടോടുകൂടി നമ്മുടെ വാർത്താ ദിനം ആരംഭിച്ചപ്പോൾ അത് പ്രത്യേക ഒരു വൈബ് അല്ലേ? അതെ, ഒരു സന്തോഷമുണ്ട്, മനസ്സിനൊരു സുഖമുണ്ട്, നമുക്ക് ഇന്ന് മുഴുവൻ എനർജിയും ഉണ്ട്. അതെ, തീർച്ചയായും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ, ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നമ്മൾ മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലാണിപ്പോൾ മലയാളികൾ. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം തിരക്കേറിക്കഴിഞ്ഞു. ഗുരുവായൂരിലാണ് ഏറ്റവും പ്രധാനമായ കാഴ്ചക്കുല സമർപ്പണം. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ എത്തി ഇതിൽ പങ്കെടുക്കും, കാഴ്ചക്കുലകൾ സമർപ്പിക്കും. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു സംഗതിയാണ് ഗുരുവായൂരിലെ കാഴ്ചക്കുല സമർപ്പണം. നോക്കൂ എത്ര തിരക്കാണെന്ന്. അവിടെ ആളുകൾ ക്യൂ നിന്ന് ക്ഷീണിച്ച് ഇപ്പം കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസവുമാണ്. അവിടെ ക്യൂവിൽ നിന്ന് ക്ഷീണിക്കേണ്ട, ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചുകൾ ഒരുക്കിയിട്ടുണ്ട്, ഫാനുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗുരുവായൂരിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. അത്രത്തോളം ജനങ്ങളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളിൽ അവിടേക്ക് കണ്ണനെ കാണുവാനായി ഒഴുകി. ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാൻ പ്രത്യേക പരിചരണത്തോടുകൂടി വളർത്തിയെടുക്കുന്ന വാഴക്കുലകളാണ് ഇത് എന്ന പ്രത്യേകത കൂടി ഗുരുവായൂരിലെ കാഴ്ചക്കുല സമർപ്പണത്തിലുണ്ട്. ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കണം. ഈ അമ്പലത്തിലെത്തുന്ന കൂമ്പാരമായി നിറയുന്ന വളഞ്ഞ വാഴക്കുലകൾ എന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം. അത് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്രാടം സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. ഉത്രാടം നാള് ആയ ഇന്ന് ഈ കൊടിമരച്ചുവട്ടിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദൻ നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കമായത് എന്ന പ്രത്യേകതയുണ്ട്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. ദേവസ്വം അധികൃതരും ഭക്തരും ഒക്കെ എത്തും. ഇന്ന് രാത്രി വരെ ഈ ചടങ്ങ് തുടരും. അങ്ങനെ ഗുരുവായൂരിലെ ഏറെ പ്രൗഢഗംഭീരമായ ഭക്തിനിർഭരമായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നാളെ ഓണക്കോടിയുമായാണ് ഗുരുവായൂരപ്പന് ഭക്തരെത്തുക. ഇന്ന് കാഴ്ചക്കുലയാണെങ്കിൽ നാളെ ഓണക്കോടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ആഘോഷം ഗുരുവായൂർ നടക്കുന്നു. ഓണസദ്യയൊക്കെ ഉണ്ട് അവിടെ. ലക്ഷക്കണക്കിന് ഭക്തർ അതിലും പങ്കെടുക്കും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക് പോകും. ഇനി നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. അവിടെ ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നിമാസ പൂജകൾ കൂടിയുള്ളതിനാൽ തുടർച്ചയായ 9 ദിവസം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ട് ഇത്തവണ. കന്നിമാസി പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ 21-നാണ് നട അടയ്ക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഓണസദ്യ നൽകും. ഉത്രാടത്തിന് ശബരിമല മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടനാളിൽ പോലീസിന്റെയും വകയാണ് ഓണസദ്യ. നേരത്തെ
രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഓണമാകുമ്പോൾ ഒരുപാട് ഓണപ്പാട്ടുകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയമാണ്. പതിവ് തെറ്റിക്കാതെ വിദ്യാധരൻ മാസ്റ്റർ എല്ലാ തവണയും ഒരു ഓണപ്പാട്ട് പ്രേക്ഷകർക്ക് സമ്മാനമായി നൽകാറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. അദ്ദേഹം സംഗീത പ്രേമികൾക്ക് ഓണസമ്മാനമായി അദ്ദേഹത്തിന്റെ പാട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഹൃദയഹാരിയായ ഓണപ്പെരുമയെ ഓർമ്മപ്പെടുത്തുന്ന ഗാനമാണ് ഇക്കുറി ഓണസമ്മാനമായി വിദ്യാധരൻ മാസ്റ്റർ ഒരുക്കിയത്. കൂടത്തിന്റെ ചോട്ടിൽ പൂതുമ്പി പതുങ്ങണ കണ്ടോ, മഞ്ഞളരച്ച് മുഖത്ത് തേച്ച് മുക്കുറ്റി നിക്കണ കണ്ടോ. ആധുനിക ലോകത്തിന്റെ തിരക്കുകളിൽ അന്യമാകുന്ന ഒത്തുചേരലുകളുടെ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്ന ഗാനം ഓണപ്പെരുമ മറക്കരുതേ എന്ന സംഗീത ആൽബം സ്വന്തം സംഗീതത്തിൽ വിദ്യാധരൻ മാസ്റ്റർ ആലപിക്കുന്നു. മുറ്റത്തെ തെച്ചിക്കും നാണം വന്നേ, മെയ്യാകെ ചോന്നത് കണ്ടോ, ഓണം കൊള്ളാനൊരു മൂലം വന്നേ, ഓടിവാ മക്കളെ ഓടിവായോ. ഈ പുതിയ തലമുറയിലത്തെ കുട്ടികൾക്കൊക്കെ പഴയ ആചാരങ്ങളും ഓണം എന്ന് പറയുന്നതിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊന്നും ധാരണയില്ല. ഉണ്ടെങ്കിലും അതിനവർക്ക് നേരില്ല. ഈ ലാപ്ടോപ്പും മൊബൈലൊക്കെ ആയിട്ടുള്ള കളികൾ തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അത് ഈ കുടുംബ ബന്ധങ്ങളോ അച്ഛനോ അമ്മയോ സഹോദരനോ അമ്മായിയോ അമ്മാവനോ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണത്തിന് ചേരുന്നത് അവർക്കൊന്നും അതിന് വലിയ താല്പര്യമില്ല. അവർ ഈ പൂ കൂടെ കൊണ്ടുപോയിട്ട് ഓരോ തൊടികളിൽ പോയിട്ട് പൂ പൊട്ടിച്ചുകൊടുന്ന് ഇലയൊക്കെ മുറിച്ച് ഓണൊക്കെ വെച്ച് അങ്ങനെ ഒരു ആഘോഷം ഉണ്ടാവാറില്ലേ? അതുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് പൂ പോലും കിട്ടാനില്ല. ശശികല ഭീമനൻ രചന നിർവഹിച്ച ഗാനോപഹാരത്തിന്റെ നിർമ്മാണം റസൂൽ രാമസ്വാമിയാണ്. ഓർക്കസ്ട്രേഷൻ രാജേഷ് ദാസ്. ക്യാമറയും സംവിധാനവും എഡിറ്റിംഗും പ്രശസ്ത സംവിധായകൻ കൂടിയായ സുദീപ് ES നിർവഹിക്കുന്നു. ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നത് മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. തമ്മിലെല്ലാവരും ഒന്നു ചേർന്ന് പൊന്നോണത്തപ്പനെ കാണുവാനായി മാനുഷരെല്ലാരും ഒന്നെന്ന കാര്യം ഓണത്തിനെങ്കിലും ഓർത്തിടണ്ടേ. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 2 അവാർഡുകളാണ് ഓണക്കാലത്ത് വിദ്യാധരൻ മാസ്റ്ററെ തേടിയെത്തിയത്. ഇക്കുറി ഓണം ഇരട്ടി മധുരം എന്ന് വിദ്യാധരൻ മാസ്റ്റർ. 2 അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. 1 അവാർഡ് കിട്ടി, ഒരു മാസത്തോട് വേറെ ഒന്നും കൂടി തരാം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം ഇല്ല. ഇപ്പോൾ എനിക്കത് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ക്രിയകൾ എപ്പോഴും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം വന്നു ചേരും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന കാണാം. പുതിയ പാട്ടുകൾക്ക് ജീവൻ നൽകുമ്പോഴും നാവിൻ തുമ്പിൽ ഒഴുകുന്നുണ്ട് ആ പഴയ കാലം. എല്ലാം നിറവല്ലം നിറവട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിൽ പൊൻകതിരേ വാ. ന്യൂസ് 18 തൃശൂർ. ഓണത്തിന്റെ വരവ് അറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തരമലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗൃഹസന്ദർശനം നടത്തുന്നത്. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണിക്കിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവട് വെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കും. മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഇങ്ങനെ ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത്. പൊന്നോണത്തിനോടനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത്. അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താർ വരുന്നത്. അങ്ങനെ ഇപ്പം ഇത് ലോപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കൻ മേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ഇങ്ങനെ 2-3 ഏരിയയിൽ മാത്രമേ ഇതില്ലൂ. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് 18 കാസർഗോഡ്.
ഓരോ നാട്ടിലും ഓണം എത്രത്തോളം വ്യത്യസ്തമായിട്ടാണല്ലേ ആഘോഷിക്കുന്നത്. വിഭവങ്ങളിലും വ്യത്യാസമുണ്ട്, സദ്യ ഒരുക്കുന്നതിലും വ്യത്യാസമുണ്ട്, മഹാബലിയുടെ സങ്കല്പത്തിലും വ്യത്യാസമുണ്ട്, പൂക്കളമിടുന്നതിൽ വ്യത്യാസമുണ്ട്. അതെ അതെ, അങ്ങനെ ഒരുപാട് ഒരുപാട് രീതികളുണ്ട്. പ്രത്യേകിച്ച് തെക്കും വടക്കും നമുക്ക് വേർതിരിച്ച് ഇതില് ആ ഒരു വ്യത്യാസം എടുത്തു കാണാൻ പറ്റും. മധ്യ കേരളത്തിലും നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശങ്ങളിലും ഓണത്തിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി ആചാരങ്ങളുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ നാടൊക്കെ ഒരുപാട് ഓണത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങൾക്കും വ്യത്യാസം. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വ്യത്യസ്തമായി കാണാം. അതാണ് അതിന്റെ ഒരു വൈവിധ്യം. അതാണ് ഓണത്തിന്റെ ഒരു സങ്കല്പത്തിന്റെ വൈവിധ്യം. അതാണ് നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ പെരുമ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നതും ഓണത്തിനാണ്. അല്ലേ? അതെ, നമുക്കിപ്പോ ഒരു അതിഥിയാണ് രഞ്ജിത്ത ഇനി ചേരാൻ പോകുന്നത്. വടക്കുംനാഥന് മുമ്പിൽ കൊട്ടിപ്പാടി ആശാ സുരേഷ്. കൊട്ടും പാട്ടും വർത്തമാനവും ഒക്കെയായി അനുഗ്രഹീത കലാകാരി ആശാ സുരേഷുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് വിനേഷ് കുമാർ നടത്തിയ അഭിമുഖത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. संतापहारी मुरारे द्वापर चंद्रिका चर्चितमां निंदे द्वारकापुरी विडे. ക്ഷേത്രകലയായ സോപാന സംഗീതം എല്ലാ കാലങ്ങളിലും ആൺകോയ്മയുടെ ഭാഗം തന്നെയാണ്. എന്നാൽ പുതിയ കാലത്ത് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് സ്ത്രീകൾ കൂടി ഈ രംഗത്തേക്ക് സജീവമാവുന്നു. അങ്ങനെ ഒരാളാണ് ആശാ സുരേഷ്. എന്തായാലും ആശാ സുരേഷാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? സോപാന സംഗീതം കണ്ടതും കേട്ടതും പഠിച്ചതും ഒക്കെ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സ്വദേശിയാണ്. അപ്പോൾ കൂടൽമാണിക്യ സ്വാമിയുടെ അടുത്ത് നിത്യം പോകുമ്പോൾ ഇടയ്ക്ക് കൊട്ടി പാടുന്നത് കാണാറുണ്ട്. വളരെ ചെറുപ്പം തൊട്ടേ വളരെ ഭംഗിയുള്ള വാദ്യമാണല്ലോ ഇടയ്ക്ക. ആ ഇടയ്ക്ക കണ്ടിഷ്ടമായി. അങ്ങനെയാണ് അത് ഇടയ്ക്ക പഠിക്കാനായിട്ട് പോയത്. പിന്നെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ആക്കി തന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. പലപ്പോഴും ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഷെയർ ഉണ്ട്, ആയിരക്കണക്കിന് ഷെയറുകൾ വരുന്നു. അത് കോവിഡ് സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോവിഡിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ തന്നെ. ഞാനതിനു മുമ്പും പാടുമായിരുന്നുവെങ്കിലും അധികം ആളുകൾക്ക് അറിയില്ല. വളരെ കുറച്ച് പേർക്കേ അറിയൂ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടും എന്നൊക്കെ. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തു. ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ലൈവ് ചെയ്തപ്പോൾ ഒരു ലൈവ് ശരിക്കും ഫസ്റ്റത്തെ ലൈവ് ഭയങ്കര വൈറലായി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങടെ ഒരു 200-210 കൂടുതലൊക്കെ പേജിൽ ആ കാലഘട്ടത്തിൽ ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ ലൈവ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ലൈവ് ചെയ്ത ക്ഷേത്രം മിക്കതും ക്ഷേത്ര പേജുകളിലാണ് ചെയ്യാറ്. അത് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രങ്ങളിലത്തെ എല്ലാവരും പിന്നെ ലൈവ് നേരിട്ട് പ്രോഗ്രാമിനൊക്കെ വിളിച്ചു. ഉത്സവ സീസണൊക്കെ ആയപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭംഗിയായൊരു 4ാമത്തെ സീസൺ ഇങ്ങനെ. കലോത്സവ കാലത്തൊക്കെ മത്സരിച്ചിരുന്നു. അങ്ങനെ സോപാന സംഗീതം വരുന്നുണ്ടല്ലോ, മത്സര ഇനത്തിൽ വരുന്നതല്ലേ സോപാന സംഗീതം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ പരിപാടികൾക്ക് വേണ്ടി മാത്രം അതിനു വേണ്ടിയേ പഠിച്ചതല്ല. ഇടയ്ക്ക് കൊട്ടാനാണ് ഞാൻ പഠിച്ചത്, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ല. പക്ഷേ കലോത്സവ വേദികളിൽ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു 4 വർഷം അക്ഷരശ്ലോകത്തിന്. നമ്മുടെ ബേസൊക്കെ അതാണ്, അക്ഷരശ്ലോകം, പദ്യം, ഗ്രൂപ്പ് ഡാൻസ്, തിരുവാതിരക്കളി, അതിൻ്റെയൊക്കെ ആയിരുന്നു ശരിക്കും പരിപാടി. പിന്നെ ഇടയ്ക്ക് വായിക്കും. ശരിക്കും ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് അല്ലെങ്കിൽ സോപാന സംഗീതത്തിലേക്ക് മുഴുവൻ സമയവും വരാനുള്ളൊരു കാരണം. കലോത്സവ വേദിയിൽ പങ്കെടുക്കാറുണ്ടെങ്കിൽ ഇതിനൊന്നും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ കുറേ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലേ? അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഫോണിൽ നോക്കി എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ പറയും, നമ്മൾ ആ പാടുന്ന ആളല്ലേ ചോദിക്കുക. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ക്ഷേത്രങ്ങളിൽ പോകാറില്ല, അവതരിപ്പിക്കാറുണ്ട്? തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പാടാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോപാന സംഗീതത്തിൻ്റെ ഒരു ഭാഗമായതിനു ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ സോപാന സംഗീതം പുറത്തേക്ക് വന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ടോ അല്ലെങ്കിൽ പണ്ട് ആ നടയ്ക്ക് മുമ്പിൽ മാത്രം നമ്മൾ കാണുന്നൊരു കലാരൂപം ഇപ്പോൾ കുറച്ചും കൂടിയും അതിനൊരു വലിയ മാനം കിട്ടിയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം സ്റ്റേജ് പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരംഭത്തിന് ഏറ്റവും നല്ല കാര്യമാണ്, മംഗളവാദ്യമാണ് ഇടയ്ക്ക്. ശരിക്കും എന്ത് കാര്യം ആരംഭിക്കാൻ ഇടയ്ക്കയുടെ നാദം ഇടയ്ക്കയിലൊന്നും തൊടുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ തലത്തിലേക്കൊക്കെ ഇപ്പോൾ വളരെയധികം വളർന്നു. പണ്ടൊന്നും അങ്ങനെ അത്ര പോപ്പുലർ അല്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയുണ്ടോ അതിൻ്റെ ഒരു മെയിൻ, എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും കാരണം.
ഇപ്പോൾ ഒരുവിധം ക്ഷേത്രങ്ങളിൽ പരിപാടികൾക്കൊക്കെ വിളിക്കാറുണ്ട്, പോവാറുമുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കയുടെ നാദത്തിൽ ഒരു പാട്ട് എന്തായാലും കേൾക്കാം. ആശ ഏത് പാട്ടാ പാടുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയനാഥൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ സോപാനപ്പടിയിലൊക്കെ പാടി പഴയ ഒരു കീർത്തനം എന്ന് കേട്ടറിവുള്ളൊരു കീർത്തനം ശ്രീ മഹാദേവൻ്റെ വടക്കുന്നാഥൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് പാടാം. ഭക്തർക്കൊപ്പം ഗമിക്കും ശൈലജാകാന്തനാകും ഭക്തന്മാർ വാഴ്ത്തിടുന്നു ശങ്കരാദീശ രൂപം. ഭക്ത്യാ സ്തുതിച്ചിടാം ഞാൻ പഞ്ചാക്ഷരി മന്ത്രവും. ഭദ്രേശ ശൈലമൂർത്തേ ശ്രീ മഹാദേവ ശംഭോ. തുംഗപിംഗ ജടാകലാപവും ഇന്ദുഗംഗ ഭുജംഗവും. തുംഗപിംഗ ജടാകലാപവും ഇന്ദുഗംഗ ഭുജംഗവും. ഇട്ടിലതരസ്ഫുട ചടുല ശ്രീ ഗണജാലവും സുഖപോലവും. ശംഭോ കുണ്ടലീശ്വര കുണ്ടലങ്ങളും അണ്ടജാവലി ഹാരവും. ഖണ്ഡപരശു തുരംഗശൂല കപാലചാരു ഭുജംഗവും. അത്രിരാജകുമാരിയും ഗണനാഥനും ഗണയൂഥവും. താരകാരിയും അമരമുനികളും അഖിലമിഹ അവലോകയേ. ശംഭോ ശ്രീവടക്കിനാഥ ശംഭോ. ചാരു ചന്ദ്രകലാധര ശംഭോ ശംഭോ. ഈ ക്ഷേത്രകലയിൽ ജാതിയുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെ ഇപ്പോൾ ഞരളത്ത് ഹരിഗോവിന്ദനൊക്കെ ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ജാതി എന്നുള്ള നിലയിലൊക്കെ അതിന് സ്ത്രീ എന്നുള്ള നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള അവഗണന ഉണ്ടായിട്ടുണ്ടോ? ആദ്യം അത് ചോദിക്കാം. സ്ത്രീ എന്നുള്ള നിലയിൽ അവസരങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് വരെ ഒരു തരത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കൂടുതൽ മാണിക്യസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. പിന്നെ പണ്ട് കാലത്ത് സ്ത്രീകൾ പല കാര്യങ്ങളും ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇങ്ങനെ വാദ്യം ഉപയോഗിക്കൽ മാത്രമല്ല, പല ജോലികളിലും അങ്ങനെ സ്ത്രീകളില്ല. അതെന്തുകൊണ്ട് അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് സ്ത്രീകൾ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമാണെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പണ്ടത്തെക്കാളൊക്കെ വളരെയധികം മാറി. ഇപ്പോൾ സ്ത്രീകളില്ലാത്ത മേഖല ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പുരുഷന്മാരെയൊക്കെ കൂടുതൽ അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങൾ, ചിട്ടകൾ അത് ഇന്ന സമുദായക്കാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണം. അതിൽ എന്താ പറയുക, നമ്മളവിടെ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കഴകമായിട്ടോ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് സോപാന സംഗീതം പാടിയാലാണ് ഭഗവാൻ കേൾക്കുക, അല്ലെങ്കിൽ സോപാന സംഗീതം അങ്ങനെ ചെയ്താലാണ് അതിൻ്റെ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളെയല്ല. ഒരു ചിട്ടയായി ഒരു ആചാരം അങ്ങനെ നിലനിന്ന് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കണം. അത് പുരുഷന്മാർ ചെയ്യുന്നു. പിന്നെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ജോലിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ക്ഷേത്രത്തിൽ പൂജാ സമയങ്ങളിൽ നിത്യം ആ പ്രസന്ന പൂജ സമയത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ അതൊരു ചിട്ടയായിട്ട് ജോലിയായിട്ട് ചെയ്യുന്നതാണ്. അത് 365 ദിവസവും അവിടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ, അതായത് അതൊരു പുരുഷന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഒരു സമുദായത്തിൽപ്പെട്ടവർ ചെയ്യുന്നു.
അതൊരു ആചാരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ അല്ല, ഒരു സമുദായം ഇപ്പോൾ ആളുകളൊക്കെ മാറി തുടങ്ങി. അങ്ങനെ കല എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിന്റെ എല്ലാവർക്കും കല പഠിക്കാം. കല പഠിക്കുന്നതിൽ ഒരു തടസ്സമില്ല. കല പഠിക്കാം, നമ്മൾക്ക് എന്താ പറയാ, എവിടെ വേണമെങ്കിലും നമുക്ക് അത് അവതരിപ്പിക്കാം. ഇന്ന സ്ഥലത്ത് ഞാൻ അവിടെ മാത്രമേ ചെയ്യൂ, അവിടെ ചെയ്താലാണ് ആ കലയ്ക്ക് പ്രസക്തി, അങ്ങനെയില്ലല്ലോ. എവിടെ വേണമെങ്കിലും ചെയ്യാലോ. ക്ഷേത്രത്തിൽ ഞാൻ ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നോട് പറയും, മോളെ സോപാനപ്പടിയിലാണ് പാടേണ്ടത്, ഞാൻ പാടാറുണ്ട്. ചിലടത്ത് പറയും നമുക്ക് സ്റ്റേജിലാണ് അവതരിപ്പിക്കുന്നത്, ഞാൻ പാടാറുണ്ട്. എനിക്കതിൽ ഒരു ശാഠ്യമോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പാടണം അല്ലെങ്കിൽ അതെന്തോ അവഗണിച്ചു നമ്മളെ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരാചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം അതങ്ങനെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടല്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറിയിട്ടല്ലല്ലോ നമ്മൾ ഒരു കാര്യം വളർത്താൻ വേറൊരു നെഗറ്റീവ് അതിൽ ഉണ്ടാക്കിയിട്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ നിന്ന് പാടിയാലും ആര് പാടിയാലും ഭഗവാൻ കേൾക്കും. അത് ഇന്ന സ്ഥലം എന്നൊരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ നിന്ന് പാടാൻ പറ്റിയ പാടും. മുരളി കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഹരേ മുരളി മാധവ കൃഷ്ണ ഹരേ മുരളി മോഹന കൃഷ്ണ ഈ 26 വയസ്സിനിടയിൽ എത്ര വേദികൾ, അതുപോലെ തന്നെ എത്ര ക്ഷേത്രങ്ങൾ, അങ്ങനെ കണക്കെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? കണക്കൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഉത്സവ സീസണൊക്കെ ആയാൽ നല്ലോണം ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പ്രോഗ്രാം ലഭിക്കാറുണ്ട്. ഒരു 10-300 കൂടുതലൊക്കെ പോയിട്ടുണ്ടാവണം. എനിക്കറിയില്ല കേട്ടോ, അധികമാണോ പറയണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കുറയാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്നും ഇങ്ങനെ ക്ഷേത്രത്തിൽ പോവുക, അങ്ങനെ ചുറ്റിപ്പറ്റി ഇതാണ് എൻ്റെ ജീവിതം തന്നെ. അപ്പോൾ കുറേ ക്ഷേത്രങ്ങളിൽ, ഇങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലും അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിലും വിവിധ തര ആചാരമൊക്കെ നിലനിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് സോപാന സംഗീതം. ഈ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഈ ഗീതാഗോവിന്ദമാണോ, അതിൻ്റെ കാവ്യങ്ങളാണോ പാടുന്നത്? അല്ലാതെ അഷ്ടപതിയാണ്. അഷ്ടപതിയും പാടും. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അഷ്ടപതി അതിൽ ഉൾപ്പെടുന്നതാണ്. സോപാനപ്പടിയുടെ സമീപത്ത് നിന്ന് നമ്മൾ പാടുന്നത് കൊണ്ടാണ് അതിനെ സോപാന സംഗീതം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഈ ജയദേവ വിരചിതമായിട്ടുള്ള അഷ്ടപതി സംസ്കൃതത്തിലുള്ളതാണ്. അത് കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, വിരഹം, ഭക്തി, അതൊക്കെയാണ് അതിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ വേറൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഒരു ഭഗവതിയുടെ അമ്പലത്തിൽ ചെന്നു, അഷ്ടപതി പാടാൻ പാടില്ല എന്നോ അല്ല, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ദേവിയെ വർണ്ണിച്ച് പാടിയാൽ ആ കേൾക്കുന്നവർക്കും നമുക്കും അത് മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ സോപാന സംഗീതം, ദേവീ കീർത്തനം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കീർത്തനവും പാടാറുണ്ട്. അഷ്ടപതിയാണ് പണ്ടൊക്കെ അങ്ങനെ, അത് മാത്രമാണ് അവിടെ പാടി ശീലിച്ചിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അഷ്ടപതി വേറൊരു സ്റ്റൈലാണ്.
പാറമേക്കാവിലമരും ഭഗവതി ശരണം ശരണം. വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. 2 PG കഴിഞ്ഞു, MA എക്കണോമിക്സും പിന്നെ ലൈബ്രറി സയൻസുമാണ്. ഇപ്പോൾ PhD ചെയ്യാനുള്ളൊരു ചിന്തയിലാണ്. കുടുംബം അച്ഛൻ, അമ്മ, ജ്യേഷ്ഠനാണ് എൻ്റെ കുടുംബം. അവരാണ് ഏറ്റവും വലിയ ശക്തി. കൂടുതൽ സോപാനപ്പടികളിൽ നിന്ന് പാടാൻ ആശയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സോപാന സംഗീതത്തിലെ പെൺതാരകം അല്ലെ ആശാ സുരേഷുമായിട്ടുള്ള അഭിമുഖമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്കും ഓണവിശേഷങ്ങളിലേക്കും ഒക്കെ എത്താം. ഒരു ചെറിയ ഇടവേള. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങി എത്തുമ്പോൾ നമുക്ക് ഓണവിശേഷങ്ങൾക്കൊപ്പം ദേശീയ വാർത്തകൾ നിരവധിയുണ്ട്. കാരണം ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതെ, 5.5 മാസത്തെ ജയിൽ വാസത്തിന് ശേഷമാണ് CBI അറസ്റ്റ് ചെയ്ത കേസിൽ കൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതോടുകൂടി പുറത്തിറങ്ങാൻ സാധിച്ചത്. ഇന്ന് എന്തായാലും അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിന്റെ പൊതുദർശനമുണ്ടാകും AKG ഭവനിൽ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം, ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുകയാണ് പഠനത്തിനായി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണത്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ തട്ടകത്തിലെ അവസാന ദിവസമാണ്. ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുകയാണ് ഏറ്റവും പുതിയ ദേശീയ വാർത്തകളുമായി. ഗുഡ് മോർണിംഗ് ഷംന. സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ രാവിലെ. ഓണത്തിന്റെ സന്തോഷമൊക്കെ ഉണ്ട് മുഖത്തല്ലേ? എന്താണ് ആഘോഷം ഓണത്തിന്? ആഘോഷമൊന്നുമില്ല, നാട്ടിലൊന്നും പോകുന്നില്ല. നമ്മളിവിടെ തന്നെ, നിങ്ങൾ സീനിയേഴ്സ് ഒക്കെ പോയി വാ. നമ്മളിവിടെയൊക്കെ ഓണസദ്യയൊക്കെ ഉണ്ടോ? ഓണസദ്യ ഇന്നലെ നമ്മൾ ഓഫീസിൽ നിന്ന് കഴിച്ചില്ലേ, അത് മതി. അങ്ങനെ വന്നിട്ടുള്ള ആദ്യത്തെ ഓണാണ്, കന്നി ഓണമാണ്. അതെ, ആദ്യത്തെ ഓണാണ് അത്. നമ്മൾ ആദ്യമായിട്ടാണല്ലേ? അതെ, തിരുവനന്തപുരത്തെ സദ്യയും ആദ്യമായിട്ടാണ് ഇന്നലെ കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ മലബാറിലെ ഒരു നോൺ വെജ് സദ്യയുടെ ടേസ്റ്റ് ഇല്ല. നാളെ പൊറോട്ട ചിക്കൻ കഴിക്കും. അതാണ് ഞാനും പ്ലാൻ ചെയ്യുന്നത്. മലബാർ ചിക്കൻ ഉണ്ടല്ലേ? നമ്മളൊരു നോൺ വെജ് ഒരു സൈഡിലൊരു മീനാണോ എന്താണ്? ചിക്കൻ ആയിരിക്കും. ചിക്കനാണ്. അതിന്റെ ഒരു ഗുണം കിട്ടിയില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. പിന്നെ എല്ലാ ഫുഡിനും നമ്മുടെ അവിയലൊക്കെ ഒരു വേറെ ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ആണ് മലബാറിലെ അവിയല്. ഈ ടേസ്റ്റ് മോശമായിരുന്നു. അങ്ങനെ എല്ലാരും തിരുവനന്തപുരത്തെ സദ്യനും അങ്ങനെ വെക്കുമ്പോ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷെ മലബാറിന് വന്ന് കഴിക്കുമ്പോ ആ ഒരു വ്യത്യാസമുണ്ട്. അത് ഒന്നും മോശമായതുകൊണ്ടാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം ആളായതുകൊണ്ടാണ്. നമ്മള് മലബാറിലെ ഓണസദ്യ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കതിന്റെ ഷംന പറഞ്ഞതിന്റെ ഇവിടുത്തെ വ്യത്യാസം എനിക്ക് അത് കഴിച്ചാലല്ലേ മനസ്സിലാവും. നമുക്ക് എന്തായാലും എവിടെയായാലും ആഹാരം വിശേഷപ്പെട്ടതാണ്, രുചിയുള്ള ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളാണ്. അത് പറഞ്ഞ കാര്യം. നമുക്ക് ഇനിയും ആദ്യം യെച്ചൂരിയിലേക്ക് പോവാം അല്ലേ? തീർച്ചയായും. യെച്ചൂരി ഇന്നലെ JNUവിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു, ദേശീയ നേതാക്കളുണ്ടായിരുന്നു. അവിടുന്ന് ഇന്നിപ്പം തിരിച്ച് AKG ഭവനിലെത്തും. വിലാപയാത്രയ്ക്ക് ശേഷം എയിംസിന് കൈമാറുകയാണ്. മെഡിക്കൽ പഠനത്തിനായിട്ടാണ് എയിംസിന് കൈമാറുന്നത്. ഇന്നലെ ഒരു ബൃന്ദാക്കാരായിട്ട് ഉൾപ്പെടെയുള്ളവർ അവർ JNU കാലം മുതൽ ഒന്നിച്ചുള്ള, അപ്പോൾ ആ ഒരു സമയത്ത് വിലാപയാത്രയുടെ സമയത്ത് ഒക്കെ ആ ഒരു വിഷമം, സത്യം പറഞ്ഞാൽ യെച്ചൂരിയുടെ വിയോഗം തന്നെ നമുക്ക് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അവരുടെ ആ ഒരു നിമിഷം കാണുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഇന്നലെ JNUവിൽ നല്ല മഴയായിരുന്നു, ഡൽഹിയിലൊക്കെ ഇന്നലെ. പക്ഷെ ആ മഴയൊക്കെ അവഗണിച്ച് ലാൽസലാം പറയാനായി അവസാനത്തെ ഒരു ലാൽസലാം യെച്ചൂരിക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകൾ ഉൾപ്പെടെ അതുപോലെ നേതാക്കളും എല്ലാവരും ഡൽഹിയിലെത്തിയിരുന്നു, JNUവിലെത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് AKG ഭവനിൽ എത്തിക്കും. അതിനുശേഷമായിരിക്കും അവസാനത്തെ വിലാപയാത്രയ്ക്ക് ശേഷം എയിംസിന് കൈമാറുക. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ എയിംസിന് കൈമാറും. അതാണ് ഇന്ന് യെച്ചൂരിയുടെ ഒരു കാര്യമുള്ളത്. ബാക്കി പിന്നെ അരവിന്ദ് കെജ്രിവാളാണ് നാഷണൽ വാർത്തകളിൽ പ്രധാനപ്പെട്ടത്. 5.5 മാസത്തിന് ശേഷമാണ് കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങുന്നത്. അത്
സത്യം പറഞ്ഞാൽ കേജ്രിവാളിൻ്റെ ഒരു വലിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഉൾപ്പെടെ ഇനി ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ കേജ്രിവാൾ വളരെ സജീവമായി തന്നെ ഇനി ഉണ്ടാവും. അത് പ്രവർത്തകർക്ക് ഉൾപ്പെടെ നൽകിയ ഒരു ആവേശം ചെറുതൊന്നുമല്ല കേജ്രിവാളിൻ്റെ ഒരു പുറത്തെ ജയിൽ മോചനം എന്നുള്ളത്. ഒപ്പം തന്നെ കൂട്ടിലടച്ച തത്തയാവരുത് എന്നാണ് CBIയോട് ഇന്നലെ കോടതി പറഞ്ഞത്. അത് സത്യം പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും, ഉയർത്തി കാണിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ CBI ജാമ്യം നൽകിയത് അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കെതിരെ വീണ്ടും പോകുന്നു, അതിനെതിരെ വീണ്ടും വരുന്നു. അങ്ങനെയൊക്കെ ആയി വലിയൊരു പോരാട്ടം ഇനിയും തുടരും. പ്രത്യേകിച്ച് ഓരോ തവണ ജാമ്യം റദ്ദാക്കുമ്പോഴും അത് ഒരു തിരിച്ചടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് ഇത്രയും കാലം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് ശരിക്കും കേജ്രിവാളിന് വളരെ ഊർജം പകരുന്ന ഒരു വിധിയായിരുന്നു വീണ്ടും പാർട്ടിക്കും. അപ്പോൾ വീണ്ടും സജീവമായി ഇന്നലെ തന്നെ ഈ പറഞ്ഞ പോലെ മഴയിലൊക്കെ അവഗണിച്ച് പാർട്ടി പ്രവർത്തകരായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒക്കെ വലിയ ആവേശത്തോടെയാണ് കേജ്രിവാളിനെ ഇന്നലെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി സജീവമായി അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുമ്പോൾ, അത് ഹരിയാനയിലെ ഇലക്ഷൻ ഉൾപ്പെടെ മുൻനിർത്തി ഇറങ്ങുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായും അതാണ് പ്രധാനം. ഏതായാലും കെജ്രിവാൾ പുറത്തുണ്ട്. അദ്ദേഹം ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, അല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് നമുക്കൊരു വാർത്ത കൂടി വായിച്ചിട്ട് പോവാം ശംന. അതെ. അപ്പോൾ ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്കു കപ്പൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടു. മലേഷ്യയിൽ നിന്നെത്തിയ MSC ക്ലോഡ് ഗിറാഡറ്റ്, അതെ, മലേഷ്യൻ പേരാണ്. അതെ, എന്ന കപ്പലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. കണ്ടെയ്നർ ഹാൻഡ്ലിംഗിന് ശേഷം തിരിച്ചു പോകും. വിഴിഞ്ഞം തീരത്തേക്ക് രാജ്യാന്തര ചരക്ക് കപ്പലുകൾ എത്തുന്നതിന് ഇതോടെ വേഗം കൈവരുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. രാജ്യത്തെ കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് പിന്നിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ രാജ്യത്ത് ഇതുവരെ വലിയ തുറമുഖങ്ങളിൽ എത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അമ്മക്കപ്പലാണ്. മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC ക്ലൗഡ് ഗിറാഡറ്റ് എന്ന കപ്പലാണ്. ഏതാണ്ട് 24,116 TEU ശേഷിയുള്ള പടുകൂറ്റൻ കപ്പലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ബർത്ത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 399.99 മീറ്റർ നീളമാണ് ഈ പടുകൂറ്റൻ കപ്പലിനുള്ളത്. 61.5 മീറ്റർ വീതി, 16.6 മീറ്റർ ആഴം, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള 24,000-ലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു വലിയ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് മാത്രമല്ല രാജ്യത്തെ തുറമുഖ ചരിത്രത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടിയായി മാറുകയാണ്. നമുക്കറിയാം, വിഴിഞ്ഞത്ത് നിന്ന് ഏതാണ്ട് 9 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് രാജ്യാന്തര കപ്പൽച്ചാലാണ്. ആ രാജ്യാന്തര കപ്പൽച്ചാലിലൂടെ ഓരോ ദിവസവും ഏതാണ്ട് 200-നും 250-നും അകത്തെ ചരക്ക് കപ്പലുകൾ ഓരോ രാജ്യത്തിൻ്റെതായി കടന്നു പോകുന്നതാണ്. അത്രയും തിരക്കുള്ള ഒരു കപ്പൽച്ചാലിൽ നിന്ന് 9 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നമുക്കേറെ അഭിമാനിക്കാവുന്ന കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായ തിരുവനന്തപുരത്തിന്റെ സ്വന്തമായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖമുണ്ട്. ആ തുറമുഖത്തേക്ക് ഈ വലിയ കപ്പലുകൾ എത്തുന്നതിന്റെ നാന്ദി കുറിക്കലായി മാറുകയാണ് MSC ക്ലൗഡ് ഗിറാഡറ്റിന്റെ ഈ കടന്നുവരവ്. ഇതിനു മുമ്പ് രാജ്യത്ത് എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ അത് MSCയുടെ തന്നെയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അന്ന എന്ന കപ്പലാണ് ഇതിനു മുൻപ് ഇവിടേക്ക് എത്തിയിരിക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ കപ്പൽ. അതിലേതാണ്ട് 19,000-ലധികം TEU ശേഷിയായിരുന്നു ആ കപ്പലിനുണ്ടായിരുന്നത്. അതായത് 19,000-ലധികം കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഉണ്ടായിരുന്നത്. അതിനെയും കവച്ചു വെക്കുന്ന തരത്തിൽ 24,116 TEU ശേഷിയുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ആ കാഴ്ച നേരിട്ട് തന്നെ കാണണം. തിരുവനന്തപുരത്തുകാർക്കും വിഴിഞ്ഞത്തുകാർക്കും അസുലഭമായി ലഭിക്കുന്ന ഒരു അവസരമാണ്. കാരണം അത്രയധികം വലിപ്പമുള്ള ഒരു കപ്പലാണ് ഇത്. അത് വിഴിഞ്ഞം തീരത്തേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ചരക്ക് നീക്കത്തെ, അതായത് ഇവിടെ നിന്ന് ഇതിലെ കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം ഇവിടെ നിന്ന് മറ്റ് തുറമുഖങ്ങളിലേക്ക് ചെറു കപ്പലുകളിലും മറ്റുമായിരിക്കും ഈ കണ്ടെയ്നറുകൾ നീക്കുക. നമുക്കറിയാം, ജലമാർഗമാണ് ഇതിനോടകം ഇവിടെ എത്തിയിരിക്കുന്ന കണ്ടെയ്നറുകളിൽ അധികവും മറ്റ് സ്ഥലങ്ങളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, ചെറിയ തുറമുഖങ്ങളിലേക്കും മറ്റ് വലിയ തുറമുഖങ്ങളിലേക്കുമൊക്കെ എത്തിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിൽ തന്നെയായിരിക്കും MSC ക്ലൗഡ് ഗിറാഡറ്റിൽ നിന്നുള്ള കണ്ടെയ്നറുകളും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടുപോവുക. എടുത്തു പറയേണ്ടുന്ന കാര്യം, വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷെൻഹുവ ഇനത്തിൽപ്പെട്ട ഷെൻഹുവ 29, പിന്നീട് ഷെൻഹുവ 15 അടക്കമുള്ള മറ്റ്
കപ്പലുകൾ വലിയ ക്രെയിനുകളുമായി ഇവിടേക്ക് എത്തിയത് വലിയ തരത്തിൽ വാർത്തയായിരുന്നു. നമുക്കറിയാം ചൈനയിൽ നിന്ന് പുറപ്പെട്ട ആ കപ്പലുകൾ, ഷാൻഹായ് തീരത്ത് നിന്ന് പുറപ്പെട്ട ആ കപ്പലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം വരവേറ്റത്. അതിനൊക്കെ പിന്നാലെ ഈ തുറമുഖം കമ്മീഷൻ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് വലിയ മദർഷിപ്പുകൾ, അതായത് രാജ്യത്ത് തന്നെ ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഇവിടെ നിന്നുള്ള കണ്ടെയ്നർ ചരക്ക് നീക്കത്തിൽ നിർണായകമായ ചുവടുവെപ്പായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയും യാഥാർത്ഥ്യമാകേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടെ നിന്ന് ജലമാർഗം തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് ഇവിടെ എത്തുന്ന ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നു കപ്പലുകളിൽ എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ട റിംഗ് റോഡിന്റെയും റെയിൽ കണക്ടിവിറ്റിയുടെയും അടക്കം നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൂടി പൂർണ്ണ സജ്ജമാകുന്നതോടെ വിഴിഞ്ഞത്തിന് വേഗം ഇനിയും കൈവരും. വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ അതിവേഗം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അത് നിർണായകമായ ഇടപെടലുകളായി മാറുകയും ചെയ്യും. സ്വാഭാവികമായി MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വലിയ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് തുടർച്ചയായി എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വിഴിഞ്ഞത്തിന് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ചരക്ക് നീക്കത്തിന്, മുഴുവൻ തുറമുഖങ്ങൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായി തന്നെ മാറുകയാണ്. എന്തായാലും കേരളം ഏറെ പ്രതീക്ഷയോടെയാണ്, തിരുവനന്തപുരം ഏറെ പ്രതീക്ഷയോടെയാണ് MSC ക്ലൗഡ് ഗിറാഡറ്റിനെ വരവേറ്റിരിക്കുന്നത്. ഇത് വലിയ പടുകൂറ്റൻ കപ്പലുകൾ കേരളത്തിലേക്ക്, വിഴിഞ്ഞത്തേക്ക് കടന്നു വരുന്നതിന്റെ നാന്ദി കുറിക്കലായി മാറുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അതോടൊപ്പം അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികളൊക്കെ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, News 18. അങ്ങനെ വിഴിഞ്ഞം വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വളർച്ചയിലേക്ക് വിഴിഞ്ഞം എത്തുന്ന പശ്ചാത്തലം നമുക്ക് അഭിമാനകരമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഏറെ നേട്ടവുമാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. DIG പുട്ട വിമലാദിത്യ IPS കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റു. കൊച്ചിയിലെ ലഹരി ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാനുള്ള പോലീസ് പദ്ധതികൾ ശക്തമാക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. പോലീസിൽ ആവശ്യത്തിനുള്ള അംഗബലമുണ്ടെന്നും അവധി നൽകാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ശക്തമായ നടപടി എടുക്കുന്നത് എന്നതാണല്ലേ. സോ അത് നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാം, ആക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തെങ്കിലും പദ്ധതികളിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റോ എന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കാം. അല്ല, പോലീസിങ്ങിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അവധി കൊടുക്കാനുള്ള ഇത് സംവിധാനം ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ 4 ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ട് കുറച്ചുപേർ എടുക്കും. മറ്റ് സിറ്റിക്ക് പോലീസ് ആവശ്യത്തിനുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ബാക്കി ഉള്ളവർക്ക് എല്ലാവരും നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നലെ ഒക്കെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തത് ഈ മാക്റ്റയെ സമീപിച്ച നടന്മാരെ കുറിച്ചാണ്. ഫെഫ്കയും മാക്റ്റയും ഒക്കെ സമീപിച്ച നടന്മാരാണ് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ ഒരു പുതിയ വാർത്ത, മാക്റ്റയ്ക്കെതിരെ സംവിധായകൻ അമ്പിളി പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാക്റ്റ 30ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ചിത്രം വരച്ചതിന് മർദ്ദിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. സംവിധായകൻ GS വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനത്തിന് പിന്നിലെ സ്ക്രിപ്റ്റ് ഭാഗ്യലക്ഷ്മിയുടേതും ശ്രീമൂലനഗരം മോഹനന്റേതുമാണെന്നാണ് അമ്പിളി പറയുന്നത്. പഴയ സംവിധായകനാണ്, സൂപ്പർ ചിത്രങ്ങളുടെ സംവിധായകനാണ് അമ്പിളി. എന്നെ പിടിച്ച് തള്ളിയിട്ട് പെട്ടെന്ന് എൻ്റെ കുടുംബത്തിന്, എൻ്റെ അച്ഛനമ്മമാർ, ഒരു 5 തലമുറയ്ക്കുള്ള എന്താ പറയുക, തെറി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ തന്തയ്ക്ക് നിരക്കാത്തത് ഇവിടെ ചെയ്യരുത്, എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് വന്നതാണ് മേക്കടെ, ഞാൻ വലിയ കയറി വന്ന ആളല്ല, ഞാൻ വന്ന് വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ല ഇതും ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകി ഞാൻ വരച്ചു. നിങ്ങളൊരു സബ്ജക്റ്റും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാക്കയും പൂച്ചും പൂമാറ്റം വരയ്ക്കുമെന്ന ഒരാളല്ല. ഇപ്പോഴത്തെ സിനിമാ പ്രശ്നങ്ങൾ ഞാൻ ഇതിവൃത്തിയാക്കി വരച്ചു. ഇതാണ് ഉണ്ടായത്. അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റോട്ടിൽ നിന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഈ GS വിജയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെയിൻറ്റിങ്ങും ഈ പറയുന്ന ഈസിലും എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി ഇതേത്. അതിനിടയ്ക്ക് ഞാൻ തമ്പിസാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആദരവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തമ്പിസാറിന് കൊടുക്കാൻ വേണ്ടി ഞാൻ 3-4 ദിവസം കുത്തിരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തമ്പിസാറിന്
ഒരുപാട് സ്നേഹത്തോടെ അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ച ഒരു ചില്ലിട്ട ഒരു പടം ഉണ്ടായിരുന്നു, വലിയ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ കാറിൽ തിരിച്ച് കയറുമ്പോൾ കാറിൽ ഞാൻ തിരിച്ച് കയറുന്ന സമയത്തും ഇവർ അവിടെ വന്നിട്ട് മറക്കണ്ടാക്കണം. എന്നെ ഒരു തരത്തിലും അവർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ടൗണാണ്ട് പുറത്തടക്കാം. അപ്പോൾ ഞാൻ തിരിച്ചു മോഹനെ വിളിച്ചു മോഹൻ ഇങ്ങനെ ചെറിയ സംഭവം ഉണ്ട് പറഞ്ഞു. മോഹൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിലാണ്, തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭാഗ്യലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞു നമ്മളായിട്ട് എവിടെ നിൽക്കണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടൗണാണ്ട് മുമ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ 5 മിനിറ്റ് എത്താൻ പറഞ്ഞു. 5 മിനിറ്റ് പോയി ഒരു 1/4 മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ടും ആരും വന്നില്ല. എനിക്ക് പിന്നെ കാത്തു നിൽക്കാൻ പറ്റിയ സമയത്തല്ല, കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവർ എൻ്റെ അടുത്ത് തർക്കിച്ചും എന്നെ തള്ളിയും എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ? അതെ, കോഴിക്കോട് ഉള്ളേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്നായിരുന്നു പരാതി. ഏകരൂർ ഉണ്ണികുളം ആർപ്പറ്റ വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവുമാണ് മരിച്ചത്. ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച പുലർച്ചെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അറിയിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കിടെ അശ്വതിയും മരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഈ ചികിത്സാ പിഴവ് എന്ന് കുടുംബം ആരോപിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്താണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി? കുടുംബം പറയുന്നത് ചികിത്സാ പിഴവ് മൂലമാണ് അമ്മയും കുഞ്ഞും മരിച്ചതെന്നാണ്. ഗർഭസ്ഥ ശിശു മരിച്ചതെന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മരണങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ അത്തോളി പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അശ്വതിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനുശേഷം ചികിത്സ പുരോഗമിക്കുന്നതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിലാണ് അശ്വതി എന്ന വിവരമാണ് ആശുപത്രി അധികൃതർ നൽകിയത്. ഇതിനുശേഷം കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അശ്വതിയെ മാറ്റുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരം അശ്വതിയുടെ ജീവനും നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായി. വളരെ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരാതി നൽകുകയും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അശ്വതിയുടെ ഭർത്താവ് വിവേകിന്റെ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകൾ പിടിച്ചെടുത്തുള്ള പരിശോധന ഉണ്ടാവും. മെഡിക്കൽ ബോർഡ് ഈ ചികിത്സാ രേഖകൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്നാൽ ചികിത്സാ പിഴവല്ല ഈ മരണത്തിന് കാരണമെന്നാണ് മലബാർ മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ഈ കുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് അശ്വതിക്ക് അനിയന്ത്രിതമായി രക്തസമ്മർദ്ദം ഉയർന്നിരുന്നു. ഇത് വലിയ പ്രശ്നങ്ങൾ പ്രശ്നമായിട്ട് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 2 ദിവസം ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി വളരെ വലിയ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതിന് ഫലം കണ്ടില്ല. ഇതിന്റെ വിശദമായ രേഖകൾ, ചികിത്സാ രേഖകൾ ഉണ്ട് എന്നും ആശുപത്രി വിശദീകരിക്കുന്നു. രക്തസമ്മർദ്ദം അധികരിച്ചപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയക്ക് ഈ അശ്വതിയെ വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടും ജീവൻ തിരിച്ചു പിടിക്കാവുന്ന അവസ്ഥയിലേക്ക് അശ്വതിയുടെ ആരോഗ്യനില എത്തിയില്ലെന്നാണ് ആശുപത്രി വിശദീകരണം. എന്നാൽ ഇത്തരം അതിസങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഈ വിവരം കൃത്യമായി ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല എന്ന വിമർശനമാണ് ഇപ്പോഴും ബന്ധുക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധന നടത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഉള്ളേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ചു. അതിൽ വലിയ പ്രതിഷേധം കുടുംബം ഉന്നയിക്കുകയാണ്. എന്തായാലും പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. അതിനു മുമ്പായി ഞാൻ ഈ യൂട്യൂബ് കമന്റ്സ് ഒക്കെ നോക്കുമായിരുന്നു രഞ്ജിത്ത്. അപ്പോൾ നമുക്ക് മൈൻഡ് ഫ്രീ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മൈൻഡ് ഫ്രീക്ക് ഗുഡ് മോർണിംഗ്. അതുപോലെ ഷാജി KM ഗുഡ് മോർണിംഗ് ഓണാശംസകൾ നേർന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഷാജി KMനും ന്യൂസ് 8ന്റെ വക ഓണാശംസകൾ. സുനിമോൾ ആറും നമുക്ക് ഹാപ്പി ഓണം
പറയുകയാണ്. സുനിമോൾക്കും ഹാപ്പി ഓണം ഞങ്ങൾ തിരിച്ചും ആശംസിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18നോടൊപ്പം തന്നെ ഈ ഓണം ആഘോഷിക്കുക. ഒരുപാട് പരിപാടികളൊക്കെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ? അതെ, ഒരുപാട് ഓണ പരിപാടികളുണ്ട്. ഇന്നലെ മുതലത്തെ നമ്മുടെ ഓണം പ്രോഗ്രാംസ് പ്രേക്ഷകരിലേക്ക് എത്തി തുടങ്ങി. ഇന്നും ധാരാളം പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പ്രേക്ഷകർക്കായി ഉണ്ടാകും. നമുക്കിനി സ്പെഷ്യൽ ഡേയിൽ അല്ലേ വിശേഷത്തിലേക്ക് പോകാം. തൃശ്ശൂർ പൊന്നൂക്കര സ്വദേശി നവമിയുടെ 7ാം പിറന്നാളാണ് ഇന്ന്. നവമി, സുന്ദരിക്കുട്ടി നവമിക്ക് എല്ലാ ജന്മദിനാശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ നവമി മോളെ. നവമിയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. നവമിയുടെ പിറന്നാൾ ആഘോഷം. നവമി നമ്മളൊപ്പം ചേരും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് ചേരാൻ പറ്റുന്നില്ല. ഏതായാലും ആശംസകൾ അല്ലേ? അതെ. ധ്വനി എൻ വിശ്വാസിന്റെയും ജന്മദിനമാണിന്ന്. അങ്കമാലി സെന്റ് പാട്രിക്സ് അക്കാഡമി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മുടെ ധ്വനി കുട്ടിക്കും എല്ലാവിധ ആശംസകളും ന്യൂസ് 18ന്റെ വകയായി നേരുകയാണ്. ധ്വനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ധ്വനി, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആശംസകൾ. താങ്ക്സ്. എന്താണ് പരിപാടി ഇന്നത്തെ ദിവസം? ഇന്ന് അമ്പലത്തിൽ പോണം, പിന്നെ മൂവി കാണാൻ പോകുന്നുണ്ട്. ശിവേലി അല്ല, സിനിമ കാണാൻ പോകുന്നോ? എവിടെയാ? ഏത് സിനിമയാ? ഓ യെസ്. ഇന്നലെ റിലീസായി. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? മിനിഞ്ഞാന്ന് റിലീസായി അല്ലേ? വ്യാഴാഴ്ച റിലീസായി. ARM സിനിമ കാണാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോവാണല്ലേ? അച്ഛനും അമ്മയും വേറെ ആരാ വീട്ടിലുള്ളത്? വേറെയില്ല. ഒറ്റ മോളാണ്. അമ്മയുടെ അച്ഛന്റെ പൊന്നുമോളാണല്ലേ? ആരാ കൂടുള്ളത്? ആരാ അടുത്ത് നിൽക്കുന്ന ആരാ? തൊട്ടടുത്ത് നിൽക്കുന്ന ആരാ? അമ്മ. ഹായ് അമ്മ. എന്താണ്, ഓണമൊക്കെ ഒരുങ്ങിയോ? അമ്മയുടെ മുഖം കണ്ടില്ല. ധ്വനി, അപ്പൊ ഇന്ന് അവധി ദിവസമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, കൂട്ടുകാർക്കൊന്നും മുട്ടായി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതിന്റെ സങ്കടം ഉണ്ടോ? അപ്പൊ ഓണം കഴിഞ്ഞ് ചെല്ലുമ്പോ നമുക്ക് ആഘോഷിക്കാം അവരുടെ കൂടെ. ഓണത്തിന് എന്താ വേറെ പരിപാടി? വേറെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോണം. അപ്പൊ ഞങ്ങൾക്കുള്ള മുട്ടായിയോ ലഡുവോ എന്തെങ്കിലും പാഴ്സൽ ചെയ്തരും കേട്ടോ. അഡ്രസ് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ശരി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. അപ്പൊ ധ്വനി മോളെയാണ് കണ്ടത്. നമുക്കിനിയും മറ്റൊരു ബർത്ത്ഡേ വിഷു കൂടിയുണ്ട്. ഇനാക്ഷി അഗസ്ത്യയുടെ 1ാം പിറന്നാളാണ് ഇന്ന്. എറണാകുളം സ്വദേശികളായ അർജുൻ അഞ്ജന ദമ്പതികളുടെ മകളാണ് ഇനാക്ഷി അഗസ്ത്യ. നല്ല പേരല്ലേ രഞ്ജിത്ത്? അതൊരു വ്യത്യസ്തമായ പേരാണ്, ഇനാക്ഷി അഗസ്ത്യ. നമ്മുടെ റാണവ് ശിവയുടെ 1ാം പിറന്നാളാണ്. തൃശ്ശൂർ കുന്നംകുളം മരത്തങ്കോട് സ്വദേശികളായ ശിവൻ ഗോപിക ദമ്പതികളുടെ മകനാണ് റാണവ്. റാണവ് നമുക്കൊപ്പം സൂമിൽ ചേരാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. റാണവ് നമ്മുടെ അഖിലോട്ടുപാറയുടെ കസിൻ കൂടിയാണ് അല്ലേ? റാണവ്, ഗുഡ് മോർണിംഗ്. എവിടെ? ആള് കുറുമ്പനാണല്ലേ? വാശിയും കുറുമ്പനും ഒക്കെ ആണോ അല്ലേ? അടങ്ങിയിരിക്കുന്നില്ല. ശരി. അപ്പൊ 1ാം ബർത്ത്ഡേ ഭയങ്കര വിപുലമായിട്ട് ആഘോഷിക്കാനാണോ പ്ലാൻ? അമ്മ ഗോപികയാണ്. അമ്മ അല്പം ഒന്ന് അതെ, ഞങ്ങൾ കുഞ്ഞിനെ കണ്ടു. ഇനി അമ്മയ്ക്ക് പറയാം, രണ്ടുപേരും പറയാം. എങ്ങനെയാണ് ആഘോഷമൊക്കെ? എന്ത് ആഘോഷം? പിറന്നാൾ ആഘോഷമാണ്, എല്ലാരും വിളിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പിറന്നാളായിട്ട് തന്നെ ഡേറ്റ് വെച്ചാണ്, നാളെ കൊണ്ടല്ല, ഡേറ്റിന്റെ അന്നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്താ ഫുഡ്? എന്താ ഫുഡ്? ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ കറി, പിന്നെ ബീഫ് ചില്ലി ഒക്കെ ഉണ്ട്. എത്ര മണിക്ക് തുടങ്ങും? ഒരു 10:30 തുടങ്ങും. വൈകുന്നേരം ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ? ഞങ്ങൾക്ക് വരാനാ. വൈകിട്ടുണ്ടാവല്ലോ അല്ലേ? വൈകിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെത്തും. ഫുഡ് ബാക്കി വെച്ചേക്കാം. പിന്നെ ഓണമൊക്കെ ആയിട്ട് എന്താണ്? ഓണമൊക്കെ ഒരുങ്ങിയോ? ഞങ്ങള് കളമൊക്കെ ഇട്ടുണ്ട്, പൂക്കളൊക്കെ ഇട്ടുണ്ട്. ഇനി അപ്പൊ അഖിലിനോട് പറഞ്ഞേക്കണം. അഖിൽ പക്ഷെ ഞങ്ങളെ ക്ഷണിച്ചില്ല കേട്ടോ. അഖിൽ ഞങ്ങളെ ക്ഷണിച്ചില്ല. അപ്പൊ അഖിലിനോട് പറഞ്ഞേരെ. ശരി. അപ്പോൾ റാണവ് ബേബിക്ക് ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് ഞങ്ങള്. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം.
നമുക്കതാണ് ബർത്ത്ഡേ വിഷസ് അല്ലേ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഇതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം ന്യൂസിനോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ആഘോഷമാക്കാവുന്നതാണ്. ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, മറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് സന്തോഷമുള്ള നിമിഷങ്ങളാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് ആഘോഷിക്കാവുന്നതാണ്. ഈ കാണുന്നത് പോലെ, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ പേര്, ആ ദിവസം ഏതാണ്, ഫോൺ നമ്പർ, ഇതേ ഫോർമാറ്റിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 9346975748 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ദിവസമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആര്യ, എല്ലാവരും സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലാണ്. അപ്പൊ നമ്മുടെ നഗരത്തിലെ കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കി വരാം അല്ലെ. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് തത്സമയ കാഴ്ചകളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. എങ്ങനെയുണ്ട് ഉത്രാടപ്പാച്ചിലൊക്കെ നമ്മുടെ നഗരത്തിൽ? ഭയങ്കര തിരക്കാണല്ലേ എല്ലായിടത്തും. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ആ ഒരു മഴയുടെ ആലസ്യമൊക്കെ മാറി അങ്ങ് ഉണർന്നു തുടങ്ങുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ ഈ നമുക്കറിയാലോ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ ചൂടാകും. അപ്പം ഈ അന്തരീക്ഷം വലിയ ചൂടുള്ളൊരു സമയം കൂടാണ്. അതുകൊണ്ട് രാവിലെ എത്തുന്ന ആളുകൾ പരമാവധി രാവിലെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള നീക്കമാണ്. ഞാൻ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിന് മുമ്പിലാണ്. നമുക്കറിയാം, വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ല. അതുപോലെ ആയിരിക്കും സാഹചര്യം. ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഈ ചാലക്കമ്പോളത്തിന് പുറത്ത് ഉത്രാട ദിനത്തിൽ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ അത്തപ്പൂവിന് മേടിച്ചുകൊണ്ടിരുന്ന കോഴിവാലം പൂവ്, മഞ്ഞ ജമന്തി, വെള്ള ജമന്തി, വാടാമുല്ല, അപ്പൊ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അത്തപ്പൂ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് തലസ്ഥാനവാസികൾ. പക്ഷേ ഈ പൂവിന്റെ വില കേട്ടാൽ അല്പം നമുക്കൊന്ന് സങ്കടം വരും. പക്ഷേ പൂവിട്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. അതാണ് സ്ഥിതി. ചേട്ടാ, എങ്ങനെയാ പൂവിനൊക്കെ വില? മുല്ലപ്പൂവിന് എത്രയാ? മുടത്തിന് 150. അപ്പൊ കിലോയ്ക്ക് 3000. ഇന്നലെ 3000 കിലോയ്ക്ക്. ഓക്കെ. ഇതിനോ? ഈ ജമന്തി, മഞ്ഞ ജമന്തിയോ? 120. ഓക്കെ. പിന്നെ ഏതാ കുറവുള്ള ഏതാ? വെള്ള ജമന്തിക്ക് എത്ര? മുല്ലയ്ക്ക് 3000 രൂപയായി. അപ്പൊ എത്ര വരെ ആകുമായിരിക്കും? 4000 രൂപ 1 കിലോ മുല്ലയ്ക്ക്. ഓക്കെ. അപ്പോൾ അതാണ് ഇതാണ്ട് ഈ 100 രൂപയുടെയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അത്രയും പൂക്കളെ ആകെയുള്ളൂ ആ ഒരു മിക്സ് ചെയ്ത് വരുന്ന കിറ്റിന്റെ അകത്ത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറയുന്നത്. കാരണം അത്രയധികം വില വർദ്ധിച്ചിരിക്കും. നമുക്കറിയാം, ഇവിടേക്ക് തോവാളയിൽ നിന്നടക്കമാണ് പ്രധാനമായി ആ പൂക്കൾ എത്തുന്നത്. പക്ഷേ പൂക്കൾക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വിലയാണ്. ഇവിടെ ചോദിച്ചതിൽ വെച്ച് ഏറ്റവും കുറവ് വിലയുള്ളത് ഈ മഞ്ഞ ജമന്തിക്കാണ്, 150 രൂപ. ബാക്കി എല്ലാത്തിനും കണ്ണ് മഞ്ഞളിക്കുന്ന വിലയാണ് പറയുന്നത്. കാരണം മുല്ലയ്ക്കൊക്കെ 1 കിലോയ്ക്ക് 3000 രൂപ, 1 മുഴത്തിന് 150 എന്ന് പറയുമ്പോൾ അത് ഇന്ന് 4000 രൂപ വരെ എത്തിയേക്കും എന്ന് ഈ പൂ വ്യാപാരികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെയാണ് പച്ചക്കറി വിപണിയും സജീവമാണ്. രാവിലെ മുതൽ തന്നെ അവിടേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നടക്കം പച്ചക്കറികൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായി നാളെ സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തിരക്കാകുന്നതിന് മുമ്പ് തന്നെ വന്ന് വാങ്ങി ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ രാവിലെ മുതൽ ചാലക്കമ്പോളത്തിലേക്ക് എത്തി തുടങ്ങുന്നുണ്ട്. എന്തായാലും പച്ചക്കറിയുടെ വില കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അറിയേണ്ടതൊരു അനിവാര്യതയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? സാധനത്തിന് വില കൂടിയോ? ഇല്ല, വിലയൊന്നും കൂടിയില്ല, വില കുറവില്ല. ആണോ? എത്ര? തക്കാളിക്കൊക്കെ എത്ര? തക്കാളി കിലോ 30 രൂപ. 30 ഉള്ളൂ. ഇഞ്ചി 80 രൂപ. നിങ്ങൾ ഈ 2 സാധനങ്ങളെ വിൽക്കുന്നത്? ഓക്കെ. അല്ലാതെ പൊതുവെ ബാക്കി സാധനങ്ങൾക്ക് എങ്ങനെയാ? അതൊക്കെ വില, എല്ലാം വില കുറവ് തന്നെ ആണ്. എല്ലാം മുരിങ്ങയ്ക്ക് 1 കിലോ 30 രൂപ. പിന്നെ വെള്ളരിക്ക 20 രൂപ. അത്രേ ഉള്ളൂ. അതിന് ഇത്തവണ വില കുറഞ്ഞ തന്നെ. ഇത് മഴയൊക്കെ കൊണ്ട് പിന്നെ കച്ചവടങ്ങളൊക്കെ കുറവല്ലേ. ശരി. ഓണാഘോഷം കുറവായതിനെ കൊണ്ട് നല്ല വില കുറവാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സദ്യ ഉണ്ണാം ആളുകൾക്ക് വലിയ ദോഷമില്ലാതെ. ഇവിടേക്ക് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. KSRTC ഡ്രൈവർ ഇതു അല്ലേ? അല്ല, ഇത് തന്നെ ഇവിടെ സാധനം മേടിക്കാൻ ഇവിടെ തന്നെ ആണോ? സാധനം മേടിക്കാൻ വന്നാണോ? അല്ലല്ല, ഞാൻ ഇവിടെ കൂട്ടുകാരന്മാരെ കാണാൻ വന്നു. ശരി. അപ്പൊ എല്ലാം ഓണാശംസ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കാഴ്ചകൾ. രഞ്ജിത്ത്, ആര്യ, ഈ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങുകയാണ്. ഉത്രാട നാളിൽ തിരുവോണത്തിന് അത്തപ്പൂ ഇടുന്നതിനും അതോടൊപ്പം
സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുമായിട്ട് നമുക്കറിയാം പച്ചക്കറിയുടെ വില ആശ്വാസകരമായ ഒരു അവസ്ഥയിലാണ്. അത് മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്നത്. പക്ഷേ പൂവിന്റെ കാര്യം അങ്ങനെയല്ല. വലിയ വില വർധനമാണ് പൂക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് വൈകുന്നേരമാകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള വില ആയിരിക്കില്ല, വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികളൊക്കെ പറയുന്നത്. ചാലക്കമ്പോളത്തിൽ നിന്ന് തിരിയാൻ കഴിയാത്ത തരത്തിൽ തിരക്ക് അനുഭവപ്പെടും. ഏതാണ്ട് 3 മണി 4 മണിയൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും പ്രഭാതത്തിന്റെ ആലസ്യമൊക്കെ വിട്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ചാലക്കമ്പോളത്തിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും ഡാൻ കുര്യനാണോ? ഞാൻ ആ വില കേട്ട് ഞെട്ടി കേട്ടോ. 4000 രൂപ മുല്ലപ്പൂവിന് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് 800 രൂപ വരെ മുല്ലപ്പൂവിന് എത്തി എന്നുള്ളതാണ്. ഈ 4000 രൂപയ്ക്കൊക്കെ ആരാണ് ഇത്ര ഈ മുല്ലപ്പൂ വാങ്ങുന്നത്? അപ്പോൾ ഒരു മുഴം പൂവിന് 150-200 രൂപ അല്ലേ വരും. വലിയ വിലയാണ്. മുല്ലപ്പൂ ഒക്കെ ചൂടി ഇത്തവണ ഓണം ആഘോഷിക്കാനൊന്നും എല്ലാവർക്കും പറ്റുന്ന അവസ്ഥയല്ല എന്ന് ചുരുക്കം അല്ലേ? സാധാരണ നമ്മൾ ഈ അത്തപ്പൂവിന് വെള്ളപ്പൂവായി ഉപയോഗിക്കുന്നത് പലരും മുല്ലപ്പൂ വെള്ള കളറിന് ഉപയോഗിക്കും. ഇനി വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഡാൻ, മറ്റു നഗരത്തിലെ മറ്റു മേഖലകളിലെ അവസ്ഥയും സമാനം തന്നെ ആയിരിക്കും. ഇന്നലെയൊക്കെ വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു നഗരത്തിലൊക്കെ. കുറച്ചു കഴിയുമ്പോഴേക്കാണ് നമുക്കിതിന്റെ ഒരു യഥാർത്ഥ ചിത്രത്തിലേക്ക് എത്തുക. ഇന്ന് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലേ ഡാൻ? അതായത് ഒരു വൈകുന്നേരമാകണം ഈ തിരക്ക് ആ രീതിയിൽ, നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ ഈ തിരക്ക് തുടങ്ങാൻ വൈകുന്നേരമാകണം. കാരണം നമുക്കറിയാം മുൻ വർഷങ്ങളിലുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 3 മണി 4 മണി 5 മണിയൊക്കെ സമയമാകുമ്പോഴേക്ക് ഇതുവഴി നടന്ന് നീങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ തിരക്ക്. നമ്മളെ നിന്നു കൊടുത്താൽ മതി, തന്നെ ആളുകൾ തള്ളിക്കൊണ്ട് മുമ്പോട്ട് അങ്ങ് പൊക്കോളും. ആ രീതിയിലായിരിക്കും തിരക്ക്. കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ ചേച്ചി? ഞാൻ ഇതൊക്കെ വിറ്റോണ്ട് നടക്കണതാണ്. എനിക്ക് വീടും കൂടെ ഒന്നുമില്ല. ഞാൻ എന്റെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ച് ഞാൻ 2 കൊച്ചുങ്ങളാണ്. ഇതാണ് എന്റെ ജീവിതം. കവർ കച്ചവടം. ഓണം എന്തായി? ഓണം ഒന്നും ആയില്ല മോനെ. അടിച്ചു പൊളിക്കാനൊന്നും പൈസ ഇല്ല. ഇതെല്ലാം അപ്പൊ സദ്യക്കുള്ളതെല്ലാം ആവും കേട്ടോ. എല്ലാ ഓണാശംസകളും. ശരി. ഓക്കെ. അപ്പം അങ്ങനെയാണ് കാഴ്ചകൾ. ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെയായിരിക്കും കാഴ്ച. വൈകുന്നേരത്തോടെ നഗരം പൂർണ്ണമായി, തലസ്ഥാന നഗരം പൂർണ്ണമായി ഈ ഓണത്തിന്റെ ഒരു വൈബിലേക്കൊക്കെ മാറും. പിന്നീട് ഉത്രാടപ്പാച്ചിൽ തിരുവോണ പുലരിയിലേക്ക് മിഴി തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയായിരിക്കാം ഏതാനും മണിക്കൂറുകൾക്കപ്പുറം നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. തീർച്ചയായും. എന്തായാലും മലയാളികൾ ആവേശത്തോടെ ഓണം ഒരുങ്ങുകയാണ്. പച്ചക്കറിക്ക് അധികം വിലയില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് രഞ്ജിത്ത്. പക്ഷേ ഡാൻ പറയുന്നുണ്ട് ഈ ചാല മാർക്കറ്റിലൊക്കെ ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വില കൂടാനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഏതായാലും പച്ചക്കറി മേടിച്ചു വെച്ചാൽ വില കുറവിൽ നിന്ന്, വില കൂട്ടിൽ നിന്ന് ഒഴിവാകാം അല്ലേ? എന്തായാലും മുല്ലപ്പൂവിന്റെ വില കേട്ട് നമ്മുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. PCR ഇന്ന് ജോൾസിനെ പറയുകയായിരുന്നു നമുക്ക് പ്ലാസ്റ്റിക് മുല്ലപ്പൂ വെക്കാം, ഇനി അതേ വഴിയുള്ളൂ. ശരി, നമുക്ക് ഗുരുവായൂരിലേക്ക് പോകണം. അവിടെ രാജു ഗുരുവായൂർ തയ്യാറാണ്. കാഴ്ചക്കുല സമർപ്പണമാണ് ഗുരുവായൂരിലെ ഈ ഓണാഘോഷത്തിന്റെ പ്രത്യേകത. അത് പ്രത്യേക തരത്തിൽ വിളയിച്ചെടുത്ത കാഴ്ചക്കുലകളാണ്. അതിന്റെ ഒരു രാവിലെ മുതൽ തന്നെ മേൽശാന്തി കാഴ്ചക്കുല സമർപ്പിച്ചപ്പോൾ മുതൽ തന്നെ ഈ കാഴ്ചക്കുല സമർപ്പണ വഴിപാട് ആരംഭിച്ചു കഴിഞ്ഞു. രാജു ഗുരുവായൂർ, എന്തൊക്കെ പ്രത്യേകതകൾ? വലിയ തിരക്കാണോ ക്ഷേത്രത്തിൽ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആൻഡ് ആര്യ. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മളെ കണ്ടിരിക്കുന്ന ഓണാശംസകൾ നേരുന്നു. ഇന്ന് രാവിലെ ശീവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിലാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടക്കുന്നത്. ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിക്കും. തുടർന്നാണ് ഭക്തർക്കുള്ള അവസരം. തെക്കേ നടയിൽ നീണ്ട ക്യൂവിൽ ഭക്തർ നിരന്നു കഴിഞ്ഞ് വരിവരിയായി കിഴക്കേ നടയിലൂടെ ഭക്തർ ഓരോരുത്തരായി കാഴ്ചക്കുലയ്ക്ക് കുല സമർപ്പിക്കും. വീട്ടിലും നാട്ടിലും തന്റെ മക്കൾക്കും ഉറ്റവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഗുരുവായൂരപ്പന്റെ തിരുനടയിലെത്തി കാഴ്ചക്കുല സമർപ്പിക്കുക പതിവാണ്. കാഴ്ചക്കുലകൾ സമർപ്പിക്കുക എന്നത് ഓരോ ഭക്തന്റെയും ആത്മസമർപ്പണം കൂടിയാണ്. തങ്ങളുടെ വിളവിൽ ഏറ്റവും മികച്ച നേന്ത്രക്കുല ഗുരുവായൂരപ്പന് സമർപ്പിക്കുക, അതിലൂടെ തങ്ങളുടെ തൊഴിലിനും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുക എന്ന വിശ്വാസം കൂടെ ഭക്തർക്കുണ്ട്. ഇത്തരത്തിൽ കാഴ്ചക്കുല സമർപ്പിക്കുന്ന കുലകളിൽ പകുതി നാളത്തെ ഓണസദ്യയിലേക്ക് പഴം പ്രഥമൻ ഉണ്ടാക്കാനായി മാറ്റിവെക്കും. ഒരു ഭാഗം ആനകൾക്ക് ആനയൂട്ടായി നൽകും. ബാക്കി വരുന്നവ തിരുനടയിൽ വെച്ച് തന്നെ ലേലം ചെയ്ത് ഭക്തർക്ക് നൽകും. ക്ഷേത്രത്തിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഭക്തർ കാഴ്ചക്കുലകളുമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ശരി രാജു ഗുരുവായൂർ, ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അതെ, ഹാപ്പി ഓണം.
ഒരുപാട് സിനിമകൾ റിലീസായി ആര്യ, ഒത്തിരി ഓണം എന്ന് സിനിമകൾ. പറഞ്ഞാൽ ഓണ സിനിമകൾ കൂടിയാണ് പക്ഷേ രഞ്ജിത്ത്. ഇത്തവണ ഈ മോഹൻലാൽ മമ്മൂട്ടി സൂപ്പർ താരങ്ങളുടെ സിനിമകളൊന്നും ഇല്ല തിയേറ്ററിൽ എങ്കിൽ വരുന്നില്ല. പോലും പക്ഷെ ഇപ്പൊ അങ്ങനെ താരങ്ങളുടെ ചിത്രം എന്നുള്ള അതൊക്കെ മാറി. സാധാരണമായി ഞങ്ങൾ നമ്മുടെ കുറെ ആൾക്ക് മുമ്പ് മോഹൻലാൽ മമ്മൂട്ടി മത്സരമൊക്കെ നടക്കുന്നത് സുരേഷ് ഗോപി, മോഹൻലാൽ മമ്മൂട്ടി, ദിലീപ് വന്ന ശേഷം ദിലീപ്, അങ്ങനെ ഒരുപാട് സിനിമകൾ അവരുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊക്കെ ഒന്ന് മാറുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷെ 6 ചിത്രങ്ങൾ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അത് ടൊവിനോ തോമസ്. നോക്കാം. ഹരി നമ്മുടെ പഞ്ചൂര്. ഹരി, സ്വാഗതം. സിനിമാ വിശേഷങ്ങളുമായി എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു വിജയുടെ സിനിമ കഴിഞ്ഞിട്ട് മലയാള തിയേറ്ററുകളിലേക്ക് മലയാള സിനിമ ഉണർന്നു വരുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പിറന്നാൾ കുട്ടി പറഞ്ഞില്ലായിരുന്നു ARM കാണാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ആ ഒരു ഓണത്തിലേക്ക് പ്രത്യേകിച്ച് കുടുംബം ഒട്ടാകെ ഒന്നിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ നടത്തുന്ന കാര്യം. അത് പല ജോണറുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ മോഹൻലാൽ മമ്മൂട്ടി അത് വരേണ്ടതായിരുന്നു ഈ ഓണത്തിന്. മോഹൻലാൽ ചിത്രം ബറോസ് വരേണ്ടതായിരുന്നു, മമ്മൂട്ടി ചിത്രം ബസൂക്ക വരേണ്ടതായിരുന്നു. പക്ഷെ അത് രണ്ടും മാറ്റി വയ്ക്കപ്പെട്ടു. പിന്നീട് ഇപ്പോൾ ഒരു യൂത്ത് ഓണത്തിലേക്ക് മാറി. ടൊവിനോ, ആസിഫ് അലി, അങ്ങനെ ഒരു യൂത്തിലേക്ക് ഇത്തവണത്തെ റഹ്മാന്റെ സിനിമ ബാഡ് ബോയ്സ് ഒമർ ലുലു സംവിധാനം ചെയ്തത്. അങ്ങനെ 6 ചിത്രങ്ങളാണ് പ്രധാനമായി എത്തുന്നത്. ഇതിലൊക്കെ തന്നെ ഇപ്പോൾ ARM 2 ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്ന ഒരു 3D ചിത്രമാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതലായി ആകർഷകരാകാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് ഒരു 3D ചിത്രം കൂടി ആകുമ്പോഴേക്കും തിയേറ്ററുകളിൽ കുട്ടികളെ നിറയ്ക്കുക എന്നുള്ളതാണ് അജയന് 2ാം മോഷണം എന്ന ചിത്രത്തിലൂടെ നോക്കുന്നതെങ്കിൽ മറ്റൊരു ചിത്രം ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡമാണ്. അത് സിനിമ റിവ്യൂവേഴ്സിനിടയിൽ, പ്രത്യേകിച്ച് ക്രിട്ടിക്സിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിത്രം സിനിമ ഒരു സീരിയസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും. സമീപകാല ചിത്രങ്ങളൊക്കെ വ്യത്യസ്തമാണ്, വിജയം നേടുന്നുണ്ട്. അതെ, തലവനാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അത് OTT-ൽ വന്നതിന് ശേഷവും വലിയ അഭിപ്രായം നേടി. അതിനുശേഷം ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം ഈ 2 ചിത്രവും വ്യാഴാഴ്ചയാണ് ഇറങ്ങിയത്. വ്യാഴാഴ്ച ഇറങ്ങി. ഇന്നലെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയിലാണ് ഇപ്പോൾ റഹ്മാൻ ചിത്രമായ ബാഡ് ബോയ്സ് ഇറങ്ങിയത്. അതൊരു ഒരു മാസ് എന്റർടൈനർ രീതിയിലാണ് ആ സിനിമ. സിനിമകൾക്കും അത്യാവശ്യം ആളുണ്ട്. വേറൊരു ചിത്രം പെപ്പയുടെ കൊണ്ടൽ എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അതൊരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് RDX എന്ന സിനിമയായിരുന്നു പെപ്പയുടെ തോന്നുന്നത്. അതിനുശേഷം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ആ ഓണം വിന്നറായിരുന്നു. അതേ ഒരു ഓണം വിന്നർ ആവാനുള്ള ഒരു ശ്രമത്തിലാണ് കൊണ്ടലും ഇത്തവണ റിലീസാവുന്നത്. പിന്നെ മറ്റ് 2 ചിത്രങ്ങളാണ്. അത് താരതമ്യേന പുതുമുഖങ്ങളുടെ ചിത്രങ്ങളാണ്. ഒന്ന് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന ചിത്രമാണ്. അത് റുചിൻ ഷാജി കലസിന്റെ മകൻ ആദ്യമായി നായകനായി എത്തുന്ന ഒരു ചിത്രവും കൂടിയാണ് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. മറ്റൊന്നത് പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ്. അതിൽ സുധീഷാണ് നായകനായി എത്തുന്നത്. ഈ 6 ചിത്രങ്ങളാണ് ഓണത്തിന് പ്രധാനമായും എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ആരെ തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വേറൊരു കാര്യം. അതോടൊപ്പം തന്നെ വേറൊരു വാർത്ത ഉള്ളത് പ്രധാനപ്പെട്ടത്, നമ്മൾ അന്ന് വിജയുടെ പാർട്ടി പ്രഖ്യാപനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്ന സമയത്ത് വിജയുടെ അവസാന ചിത്രം അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അത് നടക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ത്യ ഒട്ടാകെ തന്നെ ഇന്ത്യൻ ആരാധകർ, സിനിമ ആരാധകർ ഒട്ടാകെ കാത്തിരിക്കുന്നതാണ്. കാരണം അതൊരു വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അത് ഉറപ്പായി വിജയുടെ അവസാന ചിത്രമാണെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇലക്ഷൻസിലേക്ക് മാറുകയാണ്. അദ്ദേഹം വോട്ട് 280 കടന്നിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. കേരളത്തിൽ സിനിമ ഓടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കാണേണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അവസാന ചിത്രമായ തളപതി 69 ഒരു പ്രഖ്യാപനവും കൂടി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എത്തുന്നത്. സംവിധായകൻ H. വിനോദൊക്കെയാണെന്നുള്ള അഭ്യൂഹങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി എത്തും. വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിലീസിങ്ങുകളുടെ കാലവും കൂടിയാണല്ലോ. പഴയ വിജയ് ചിത്രങ്ങളൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ ആഘോഷിക്കാനും ഫാൻസിന്റെ ഒരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. പറയുമ്പോഴുണ്ടല്ലോ ആരാധകരെ വലിയ ആവേശമാക്കും. എല്ലാ തവണയും ആവേശമാണ്. പക്ഷെ അവസാന ചിത്രം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയത്തിലെ ഭാവി കൂടി അനുസരിച്ച് അവസാനം എത്ര എന്ന് പറയണ്ട, രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും വരുന്നതിന് മുൻപ് ഉള്ള സിനിമ എന്ന് പറയാം. രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ വിജയിച്ചില്ല എങ്കിൽ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ആ ഒരു സോഴ്സത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് കരിയർ. ഇപ്പോൾ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ സേവിക്കുക, മക്കൾ നമ്മൾ അവിടെ പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും ഇന്നത്തെ അപ്ഡേറ്റിനാണ് കാത്തിരിക്കുകയാണ്. എന്താണ് വലിയ ചോദ്യമാണ്. 6 ചിത്രങ്ങളാണ്. കഴിഞ്ഞ തവണ 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ 6 ചിത്രങ്ങളുണ്ട്. ആ 6 ചിത്രങ്ങളിൽ ആരായിരിക്കും ഓണം വിന്നർ എന്നത് സംബന്ധിച്ച് കണ്ടു ഹരി
ഞാൻ 2 ചിത്രങ്ങളാണ് കണ്ടത്. ഒന്ന് ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് കണ്ടു, ഇന്നലെ പോയി കണ്ടു. പിന്നെ അജയന്റെ 2ാം മോഷണം കണ്ടു. എനിക്ക് ഇഷ്കിന്ത കണ്ടൊക്കെ ഒന്ന് കാണണം. 2 സിനിമകൾ എങ്ങനെയുണ്ട്? അജയന്റെ 2ാം മോഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുട്ടികൾക്ക് വേണ്ടി ഒരു 3D ഒരു രീതിയിൽ ഫാമിലി വരും. അത് തന്നെയാണ് ലക്ഷ്യം. നമ്മൾ ഈ ദിലീപ് ചിത്രങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ ടെംപ്ലേറ്റുകൾ. അപ്പോൾ അതേപോലെ ഒരു കുട്ടികൾക്ക് വരുമ്പോഴേക്കും ഫാമിലി വരിക, അത് തന്നെയാണ് ARMലൂടെ പ്രതീക്ഷിക്കുന്നത്. ബാഡ് ബോയ്സ് നമ്മൾ ഈ ഒമർ ലുലു സാധാരണ അദ്ദേഹത്തിന്റെ സിനിമകൾ സെയിം ഒരു പാറ്റേണിൽ തന്നെ ഫൺ എലമെന്റ് നിറയുന്ന ഒരു സിനിമയാണ്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളല്ല, ഒരു ഫൺ എലമെന്റിൽ കാണാൻ പറ്റും. എല്ലാ കാറ്റഗറിക്കുമുള്ള സിനിമകളുണ്ട്. അത് തന്നെയാണ് സത്യം. അതാണ് ഏറ്റവും കൂടുതൽ. എല്ലാ ജോണറിലും സിനിമകളുണ്ട്. തെരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളത് പോയി കാണുക. എല്ലാ സിനിമകളും കാണുക. ഇൻഡസ്ട്രി രക്ഷപ്പെടണം. കാരണം ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. നമ്മൾ ഈ സിനിമയിനെതിരെ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിന് കൂടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സിനിമയിൽ എത്ര പേർ പ്രവർത്തിക്കുന്നു, അവരുടെ ഓണമൊക്കെ ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സിനിമകൾ പ്രേക്ഷകർ സമയമുണ്ട്, 10 ദിവസം സുഖമായ അവധിയുണ്ട്, എല്ലാ സിനിമകളും പോയി കാണുക ഓരോ ദിവസവും. മറ്റൊരു വാർത്ത, കൊല്ലം മെഡിട്രീന ആശുപത്രിയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് തിരുവാതിരയും ഓണപ്പാട്ടുമടക്കം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും MD-യുമായ ഡോക്ടർ പ്രതാപ് കുമാർ ഓണാഘോഷ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് CEO ഡോക്ടർ മഞ്ജു പ്രതാപ്, ഡോക്ടർ ബൈജു സേനാധിപൻ, CEO രജിത് രാജൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഓണസദ്യയിലടക്കം ഹോസ്പിറ്റൽ ജീവനക്കാരോടൊപ്പം മാവേലിയുടെ നിറസാന്നിധ്യവും ഉണ്ടായിരുന്നു. ആവേശം നിറഞ്ഞ വടംവലി മത്സരത്തോടെ ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിനും സമാപനമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആലത്തൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ 50 പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ സൊസൈറ്റിയുടെ BKD FMCG ഉൽപ്പന്നങ്ങളായ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി, പത്തിരിപ്പൊടി, ഈസി പാലപ്പം മിക്സ്, റോസ്റ്റഡ് റവ, സ്റ്റീം മെയ്ഡ് ഗോതമ്പ് പുട്ടുപൊടി, ചെമ്പ പുട്ടുപൊടി എന്നിവയുടെ വിപണന ഉദ്ഘാടനവും നടന്നു. KD പ്രസന്നൻ MLA, തേങ്കുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് R ഭാർഗവൻ, പഞ്ചായത്ത് അംഗം C സതീഷ്, സിനി ആർട്ടിസ്റ്റുകളായ ലിയോണ ലിഷോയ്, ആനന്ദ്, ചെയർമാൻ ബിന്ദുക്കുട്ടൻ, വൈസ് ചെയർപേഴ്സൺ പ്രവീണ വിജയൻ, മാനേജിംഗ് ഡയറക്ടർ ദിലീപ് ദാസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഓണവിപണി ലക്ഷ്യം വെച്ച് ചെയ്ത പച്ചക്കറി കൃഷിയിലെ വരുമാനം വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ വിനിയോഗിക്കുകയാണ് ഒരു കർഷകൻ. കാരശ്ശേരി സ്വദേശി EP ബാബുവാണ് ഒരു ദിവസത്തെ വിളവെടുപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. ഓണവിപണി ലക്ഷ്യം വെച്ചാണ് കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങാംപുറായി സ്വദേശി EP ബാബു കൃഷി ഇറക്കിയത്. 6 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് വെള്ളരി, കക്കിരി, വാഴ, കപ്പ, ചീര, വെണ്ട, ഇളവൻ, മത്തൻ, ചുരങ്ങ തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തു. ഒരു ദിവസത്തെ വിളവിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ബാബുവിന്റെ തീരുമാനം. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുകയാണ് ലക്ഷ്യം. ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്ത കൃഷിയാണ്. വലിയ മോശമില്ലാത്ത വില കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. സാധാരണ ഓണത്തിന് നല്ല വില കിട്ടലുണ്ട്. ഇപ്രാവശ്യം നേന്ത്രക്കായ്ക്ക് മാത്രമാണ് വില കുറഞ്ഞു പോയത്. മറ്റു പച്ചക്കറികൾക്കൊക്കെ സാമാന്യം വില ഉണ്ട്. പിന്നെ കൃഷിഭവനിലും മുക്കം കൃഷിഭവൻ, കാരശ്ശേരി കൃഷിഭവൻ, VFPCK മുക്കം എന്നീ വിപണികളിലും വേങ്ങേരി ഹോർട്ടികോപ്പിലാണ് ഞാൻ പൊതുവെ സാധനങ്ങൾ കൊടുക്കൽ. തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. വിളവെടുക്കുന്ന പച്ചക്കറി VFPCK, ഹോർട്ടികോർപ്പ്, കൃഷിഭവൻ എന്നിവിടങ്ങളിലാണ് വിൽക്കുന്നത്. കൃഷിക്ക് പുറമെ പൊതുപ്രവർത്തകൻ കൂടിയായ EP ബാബു കേരള കോൺഗ്രസ് കർഷക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. ന്യൂസ് 18 മുക്കം. അപ്പോൾ അങ്ങനെ ഓണക്കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ കണ്ടു വരികയായിരുന്നു. കർഷകർ മാത്രമല്ല, വിദ്യാർത്ഥികള്, സർക്കാർ ഉദ്യോഗസ്ഥർ. സ്കൂളുകളിലൊക്കെ ഇന്നലെ ഓണാഘോഷമായിരുന്നു. സ്കൂളിലൊക്കെ ഇന്നലെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്നു മുതലാണ് ശരിക്കും ഓണത്തിലേക്ക് പൂർണ്ണമായും നമ്മുടെ കുട്ടികളൊക്കെ. ഞാൻ പറയാൻ വന്നത്, ഇത്തരത്തിൽ പല ആളുകളും ഓണാഘോഷമൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ പങ്കൊക്കെ വയനാട് ദുരന്ത ബാധിതർക്കായി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു മാതൃകാപരമായ കാര്യമാണ്. നമുക്കെല്ലാം സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഓണത്തിന്റെ തിരക്കിലേക്ക് എല്ലാവരും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 8:21 ആയിരിക്കുകയാണ്. അപ്പോൾ ഡാൻ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റുകളൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നതേ ഉള്ളൂ. ഇനിയൊരു 10 മണി കഴിയുന്നതോടുകൂടി
ആൾത്തിരക്ക് കൊണ്ട് അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്തൊരു തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങണ്ട. ഇത് നേരത്തെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ കൊച്ചിയിലെ സാഹചര്യം അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആജ്ഞ രവീന്ദ്രൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും കൊച്ചിയിലെ വിശേഷങ്ങളുമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെ കയ്യേറ്റ ഭൂമിയുടെ അതിർത്തി ഉദ്യോഗസ്ഥർ നിർണയിച്ചു നൽകി. വിവാദ ഭൂമി മുൻപ് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മൈജോ ജോസഫാണ് അപേക്ഷ നൽകിയത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ LR മനോജാണ്. സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിവിൻ രാജാണ്. 354.900 ഹെക്ടർ വരുന്ന പാറ പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. IG-K സേതുരാമൻ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആജ്ഞ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഈ വിഷയത്തിൽ, അതായത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായ വിഷയത്തിൽ ഹൈക്കോടതി അതിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെയാണ് കയ്യേറ്റ ഭൂമിയുടെ അതിർത്തി നിർണയിച്ച് നൽകിയത്. മാത്രമല്ല, അപേക്ഷ നൽകിയത് മുൻപ് ഈ ഭൂമി കൈവച്ചത് ഇത് വിവാദത്തിൽ കുറച്ചു കാലമായി ഈ ഭൂമി വിവാദത്തിൽപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മെജോ ജോസഫാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷ നൽകിയത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത്. അതുപോലെ ഈ നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു. ഈ IG-K സേതുരാമൻ അധ്യക്ഷനായിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ഇതിൽ വിശദീകരണം ചോദിച്ച് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത, ഇന്നലെ വീണ്ടും യാത്രക്കാരെ ദുരിതത്തിലാക്കി ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം 8:55 പുറപ്പെടേണ്ട വിമാനമായിരുന്നു. 10 മണിക്കൂർ കഴിഞ്ഞിട്ടും പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. വിമാനം വൈകുന്നതിന് കൃത്യമായ കാരണം അധികൃതർ പറയുന്നില്ലെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. രാത്രി 1 മണിക്ക് വിമാനം പുറപ്പെടുമെന്നാണ് യാത്രക്കാരെ ആദ്യം അറിയിച്ചിരുന്നത്. ഇത് പിന്നീട് പുലർച്ചെ 6 മണിക്ക് പുറപ്പെടുമെന്നാക്കി. എന്നാൽ 6 മണിക്കും വിമാനം പുറപ്പെട്ടിട്ടില്ല. യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയാണ്. ഓണത്തിന് നാട്ടിലേക്ക് എത്തേണ്ട യാത്രക്കാരടക്കം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. രഞ്ജിത്ത്, ഉത്രാട ദിന ആശംസകൾ എല്ലാവർക്കും. ന്യൂസ് 8-നൊപ്പം തുടരുക. ഓണവിശേഷങ്ങൾ ഒരുപാടുണ്ട്, വാർത്തകളും കാണാം. അതെ, അപ്പോൾ ന്യൂസ് 8-നൊപ്പം തുടരുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നല്ല ദിവസം ആശംസിക്കുകയാണ്, നേരുകയാണ്. നമസ്കാരം. അതുകൊണ്ട്